സാന്ദ്ര മരിയ ബൈജു, കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പായിപ്പാടിലെ 2ാം വർഷ B.Ed വിദ്യാർത്ഥിനി. പോക്സോ ആക്ടിനെ സംബന്ധിച്ചുള്ള ഈ ഡോക്യുമെന്ററിയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾ സുരക്ഷിതരായിരുന്നു. സ്നേഹം നിറഞ്ഞ കുടുംബങ്ങൾ, സുരക്ഷിതമായ വിദ്യാലയങ്ങൾ, പരസ്പരം താങ്ങും തണലുമായിരുന്ന സമൂഹം, കുട്ടികളുടെ ചിരികളും കളികളും നിറഞ്ഞൊഴുകിയിരുന്ന ഒരു കാലം. ഇന്നത്തെ ലോകം മാറി. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു. വീടുകളിലും വിദ്യാലയങ്ങളിലും പോലും അവർ സുരക്ഷിതരല്ലാതായിരിക്കുന്നു. ഇടുക്കിയിൽ 9ാം ക്ലാസ്സുകാരി പ്രസവിച്ചു. 8ാം ക്ലാസ്സുകാരനെതിരെ പോലീസ് കേസെടുത്തു. ഇരുവർക്കും 14 വയസ്സാണ് പ്രായം. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ 13 വയസ്സുകാരെ പീഡിപ്പിച്ച പ്രതി അറസ്റ്റിൽ. തണ്ണിത്തോട് സ്വദേശി അഖിലാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം പെൺകുട്ടിയെ കാണാതായിരുന്നു. അമ്മൂമ്മയുടെ പരാതിയിൽ പോലീസ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടി അഖിലിനൊപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. കണ്ണൂരിൽ തലശ്ശേരിയിൽ ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ 15 വയസ്സുകാരന് നേരെ പീഡന ശ്രമം. ആശുപത്രിയിൽ അറ്റൻഡറായ റമീസാണ് കുട്ടിയെ ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച് റമീസിനെ പിടികൂടി. നമസ്കാരം. 11 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ അധ്യാപകനെതിരെ പോക്സോ കേസ് എടുത്തിട്ടുണ്ട്. വട്ടിയൂർ കാവ് സ്വദേശിയായ അരുൺ മോഹനെതിരെയാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. മണക്കാട് ഒരു സ്കൂളിലെ വിദ്യാർത്ഥിനിയായ കുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് കേസ്. സംഭവം കുട്ടി കൂട്ടുകാരോട് പറയുകയായിരുന്നു. ഇവർ പ്രിൻസിപ്പലിനെ വിവരം അറിയിച്ചു. എന്നാൽ പ്രിൻസിപ്പൽ ഇക്കാര്യം മറച്ചുവെക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പലിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി 2012 ഇന്ത്യൻ സർക്കാർ പുറത്താക്കിയ നിയമമാണ് പോക്സോ ആക്ട്. പോക്സോ ആക്ട് എത്രമാത്രം ഫലപ്രദമാണ്, ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി അറിയാൻ തൃക്കുടിത്താനം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അരുൺ എം.ജെയുമായി സംസാരിക്കാം. എന്റെ പേര് അരുൺ എം.ജെ. ഞാൻ ഈ തൃക്കുടിത്താനം പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറാണ്. ഇവിടെ ഇപ്പോൾ 7 മാസമായിട്ട് വർക്ക് ചെയ്യും. പോക്സോ സംബന്ധമായ കാര്യങ്ങൾ കാണുന്നില്ലേ ചോദ്യം. പോക്സോ ആക്ട് എന്താണെന്നും അതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്നും വിശദീകരിക്കാമോ? പോക്സോ എന്ന് പറയുന്നത് തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രോം സെക്സ്വൽ ഓഫൻസസ് ആക്ട് എന്നാണ്. പഴയ കാലത്ത് ഈ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം, കുട്ടികൾ എന്ന് പറയുന്നത് വീക്കർ സെക്ഷനാണ്. നമ്മുടെ സൊസൈറ്റിയിലെ വീക്കർ സെക്ഷൻസാണ് കുട്ടികൾ, പ്രായമായ ആൾക്കാർ, സ്ത്രീകൾ, ഇതൊക്കെ വീക്കർ സെക്ഷനായിട്ടാണ് കണക്കാവുന്നത്. അപ്പോൾ അതിൽ വീക്കർ സെക്ഷനാണ് കുട്ടികൾ. അപ്പം നേരത്തെ കുട്ടികൾക്കെതിരെയുള്ള വലിയ പരാതികൾ ആരും പ്രത്യേകിച്ച് പരിഗണിച്ചു. അപ്പോൾ ഈ സെക്സ്വൽ ഓഫൻസും ഒക്കെ ആയിട്ട്, സെക്സ്വൽ ഹരാസ്മെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം പരാതികളൊക്കെ കുട്ടികൾക്കെതിരെയുള്ള സെക്സ്വൽ ഓഫൻസ് ആക്ട്. അതിനു മുമ്പ് ഇത്രയും കർശനമായ ഒരു നിയമമില്ലാതെ 2012 ശേഷം ഈ ആക്ടിനും പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രോം സെക്സ്വൽ ഓഫൻസസ് ആക്ട്, അതിപ്പോൾ പോക്സോ ആക്ട് പറയും. അതനുസരിച്ചിട്ടാണ് ഈ 18 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ സ്വീകരിക്കുന്നത്. അത് അതിനകത്ത് ബന്ധപ്പെട്ട പല ആളുകളുണ്ട്. കോടതിക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങൾ, പോലീസ് ചെയ്യേണ്ടതായ കാര്യങ്ങൾ, CWC ചെയ്യേണ്ടതായ കാര്യങ്ങൾ, സൊസൈറ്റി അതിനുള്ള ആളുകൾ ചെയ്യേണ്ടതായ ഈ അതിക്രമം കണ്ടിട്ട് അത് കാണാതെ പോയാൽ അവർക്കെതിരെയുള്ള നടപടി, പോക്സോ നിയമത്തിന്റെ കീഴിൽ വരുന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? 3 തരം ഒഫൻസുകളാണ് പ്രധാനമായിട്ടും. ഒരു കുട്ടിക്കെതിരെ സെക്സ്വൽ ഹാരാസ്മെന്റ്, അപ്പൊ ആ കുട്ടിയെ ടച്ച് ചെയ്യുകയോ പിടിക്കുകയോ ചെയ്യാതെ ആ കുട്ടിയെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ, ആ കുട്ടിയെ ആംഗ്യങ്ങൾ കാണിക്കുക, ആ കുട്ടിയെ മോശമായിട്ട് സംസാരിക്കുക, ഓൾറെഡി ഫിസിക്കൽ ടച്ച് ഇല്ല. അപ്പൊ അതാണ് സെക്സ്വലി ഒരു ഹരാസ്മെന്റിന്റെ ഒരു പരിധി. അത് ഏറ്റവും മാരമായിട്ട് ഒരു കുട്ടിയുടെ പുറകെ ശരിയാണ്. ഇതൊക്കെ സ്റ്റോപ്പ്, ഇതൊക്കെ. രണ്ടാമത്തെന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ടച്ച്. ആ ഫിസിക്കൽ ടച്ച് എന്ന് പറയുന്നത് 2 രീതിയിലാണ്. അതിനൊരു ഗ്രീനിയസ് ഒഫൻസ് എന്ന് പറയുന്നത് ഒരു പെനിട്രേറ്റീവ് അസോൾട്ട്. റേപ്പ് എന്നൊക്കെ പറയുന്നത് പെനിട്രേറ്റീവ് അസോൾട്ട്.
അപ്പോൾ ആ പെനിട്രേറ്റീവ് അസാൾട്ടാണ് ഏറ്റവും അതിന്റെ പീക്കായിട്ടുള്ള സെക്ഷൻ ഓഫൻസ്. അതേപോലെ പെനിട്രേറ്റീവ് സെക്ഷൻ അസാൾട്ട്, രണ്ടാമത്തത് സെക്സ്വൽ അസാൾട്ട്. ഫിസിക്കൽ ടച്ച് ചെയ്യുന്നു വേണ്ടാത്ത ടച്ച് ചെയ്തില്ല, അത് സെക്സ്വൽ അസാൾട്ട്. ഞാൻ മൂന്നാമത് പറയുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യമാണ് മൂന്നാമത് സെക്സ്വൽ ഹരാസ്മെന്റ്. കുട്ടിയെ ടച്ച് ഇല്ല, ഫിസിക്കൽ ടച്ച് ഇല്ലാതെ ഹരാസ്മെന്റ്. പഴയ നമ്മുടെ IPC ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിതയിലൊക്കെ ഉണ്ടായിരുന്ന സെക്സ്വൽ ഉള്ള ആ കാര്യങ്ങൾ. അന്വേഷണത്തിൽ ഇരകളായ കുട്ടികളുടെ സംരക്ഷണവും അവകാശവും പോലീസ് എങ്ങനെയാണ് ഉറപ്പാക്കുന്നത്? ഒരു ഇങ്ങനൊരു സംഭവം വന്നാൽ, ഒരു കുട്ടിക്കെതിരെയുള്ള ഒഫൻസ് വന്നാൽ ആദ്യമായി നമ്മൾ ചെയ്യുന്നത് ഈ കുട്ടിക്ക് വേണ്ടി ഒരു ലൈസൺ ഓഫീസർ എന്നൊരാൾ, ഒരു പെൺകുട്ടിക്ക് മലയാളം വിളിച്ച വിക്ടിം ലൈസൺ ഓഫീസറായിട്ട് നമ്മൾ കുട്ടിക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതായത് കോടതി പോകേണ്ട കാര്യങ്ങൾ, ചിലപ്പോൾ മെഡിക്കൽ ഇൻസ്പെക്ഷൻ്റെ കാര്യങ്ങളൊക്കെ, ചിലപ്പോൾ ഈ കുട്ടിയെ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്, ചിലപ്പോൾ അങ്ങനെ ആ കുട്ടിക്ക് എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ വലുതാ അവർക്ക് സംസാരിക്കാൻ എപ്പോഴും സൗകര്യം ചിലപ്പം സ്ത്രീകളായതുകൊണ്ട് വലുത അത് കൗൺസിലിംഗ് അവരാണ് അവരുടെ കാര്യങ്ങൾ ആവശ്യം മനസ്സിലാക്കി അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വിക്ടിം കേസ് ഓഫീസറായി പിന്നീട് പോലീസിന്റെ യൂണിഫോമിന്റെ അപ്പുറത്തേക്ക് മാറി നിന്നിട്ട് സാധാരണ ഒരാളായിട്ട് ആ കുട്ടിക്ക് മാക്സിമം പ്രൊട്ടക്ഷൻ ആ നിലയിലാണ് പോലീസ് യൂണിഫോമിനെ മാറ്റി വെച്ചത്. കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും രക്ഷിതാക്കൾക്കും സ്കൂളുകൾക്കും സമൂഹത്തിന് എങ്ങനെ സഹായിക്കാനാകും? ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളത് ഒളിച്ചു വേണ്ട. ഓക്കെ, നമ്മുടെ മിക്കപ്പോഴും കുട്ടികളുടെ അതിക്രമങ്ങളെ കുറ്റവാളി എന്ന് പറയുന്നത് അല്ലെ ശത്രു എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും ക്ലോസ് റിലേറ്റീവ്സ് ആയി. എന്നാൽ അവരുടെ റിലേറ്റീവ്സുമാണെന്നല്ല അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും, ചിലപ്പോൾ അവരുടെ അടുത്തുള്ള അയൽവാസികളായിരിക്കും. അപ്പൊ അവരുമായിട്ട് ഏറ്റവും നടക്കുമ്പോൾ ആൾക്ക് തന്നെയായിരിക്കും പ്രതികളെ. അപ്പോൾ സ്വാഭാവികമായി നമുക്കുള്ള കുഴപ്പമെന്ന് പറയുന്നത് നമുക്കറിയാം, ഈ കുട്ടികളുടെ പേരൻസിനുള്ള കുഴപ്പമെന്ന് പറയുന്നത് അവരെ നമ്മുടെ ബന്ധുവാണ്. അതുകൊണ്ട് ഇത് പറഞ്ഞ എനിക്ക് അറിയാൻ ഒരു വർഷം ഇങ്ങനെ കാണാൻ പോകുമ്പോൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ബന്ധുക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനും കഴിയും. അപ്പൊ അതുകൊണ്ട് റിപ്പോർട്ട് ആകുന്നില്ല എന്നുള്ളതല്ല, അതുകൊണ്ട് കുറെ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത് കുട്ടികൾക്ക് ടീച്ചർമാർക്കും അതുപോലെ കൗൺസിലർമാർക്കായാലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള വേറെ കിട്ടിയാൽ അപ്പം തന്നെ കേസ് റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. അറിഞ്ഞ അത് റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചും പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? സന്ദേശം കുട്ടികൾ നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും വീക്ക സെക്ഷൻ. അവർക്ക് ഒരുപക്ഷെ തുറന്നു പറയാനൊന്നും പറ്റാത്ത 3 വയസ്സും 2 വയസ്സുള്ള കുട്ടികളെ സെക്സ്വലി ഹാരാസ് ചെയ്ത കേസ് വരും. അപ്പൊ അവർക്ക് നമുക്ക് തുറന്നു പറയാൻ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫെമിനിസം പറയുന്ന അവർക്ക് പല കാര്യങ്ങളും തുറന്നു. അപ്പോൾ അവർക്ക് മതിയായ സപ്പോർട്ട് എല്ലാവരും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അവരെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി കേസായാലും കോടതിയിൽ പോയി ഞങ്ങളുണ്ട് അവരെ കൂടെ എന്നൊരു ആത്മവിശ്വാസം കോൺഫിഡൻസ് സ്വാഭാവികമാണ്. അപ്പൊ അതിനുള്ള നടപടി നമ്മൾ എല്ലാവരുടെയും ഭാഗത്ത് ഉണ്ടാകുമെന്ന് പറയുന്നത്. പോക്സോ ആക്ട് 2012 കുട്ടികളുടെ സംരക്ഷണത്തിനായി ശക്തമായ ഒരു നിയമമാണ്. എന്നാൽ ഈ നിയമം മാത്രം പോരാ. കുട്ടികളുടെ സംരക്ഷണത്തിനായി സമൂഹത്തിൻ്റെ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാകണം. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ച് കുട്ടികൾക്ക് സുരക്ഷിതമായ ഒരു ലോകം സൃഷ്ടിക്കാം. അവർക്ക് ഭയമില്ലാതെ ജീവിക്കാനും സ്വപ്നം കാണാനും കഴിയുന്നൊരു ലോകം. നിങ്ങൾക്ക് സഹായം ആവശ്യമെങ്കിൽ ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഓർക്കുക, നിങ്ങൾ തനിച്ചല്ല. നമുക്ക് ഒരുമിച്ച് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാം.
അവർക്ക് നീതി ഉറപ്പാക്കാം, ഒരു നല്ല നാളെ നൽകാം.